ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നമുക്കൊരു മുന്തിരിങ്ങ കൊണ്ട് ഐസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് മുന്തിരിങ്ങയുണ്ട്, അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് പച്ചക്കം ജ്യൂസ് അടിച്ചിട്ട് ഐസാക്കാം കേട്ടോ. ഞാനിത് പക്ഷെ ഒന്ന് വേവിച്ചെടുക്കാമെന്ന് നിന്ന് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. 3-4 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. കുട്ടികൾക്കെല്ലാം പഞ്ചസാര കൂടുതലായ ഇഷ്ടമായിരിക്കും, മധുരം കൂടുതൽ ഇഷ്ടമുണ്ടാവും. അപ്പോൾ കുറച്ച് മധുരധികം വേണം കൂട്ടിയെടുക്കാം. അത് നല്ലോണം ഒന്ന് തള വരട്ടെ. നല്ലോണം ഒന്ന് തള വരുന്ന സമയത്ത് നമുക്കിത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വാങ്ങി തണിഞ്ഞ് ജ്യൂസാക്കിയിട്ട് എടുക്കലാണ് കേട്ടോ. നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ഐസായിട്ട് നമുക്കതിനെ മാറ്റിയെടുക്കാം. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് തണിഞ്ഞതിന് ശേഷം കേട്ടോ ഒന്ന് അടിച്ച് എടുത്തുകൊണ്ട് വരാം. അടിച്ചെടുത്ത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അതിൽ തരിയും കുരുവൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അരിച്ചെടുത്താൽ ഫ്രഷായിട്ടുള്ള ജ്യൂസ് കിട്ടും. കുഞ്ഞുങ്ങൾക്കെല്ലാം പുറത്തുനിന്നുള്ള ഐസെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നതിനെ കിട്ടുന്നില്ല. നമുക്ക് എല്ലാ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഇങ്ങനെ ആക്കാം. ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കണ്ട. മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ്, വേറൊരു ടേസ്റ്റായിട്ട് വന്ന്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് തന്നെ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ. നമുക്കൊരു 6 ഐസ് ഉണ്ടാക്കേണ്ട ഇതുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഫ്രീസറിലേക്ക് 2.5 മണിക്കൂർ കൊണ്ട് തന്നെ ഐസായി കിട്ടും കേട്ടോ. ഞാൻ പക്ഷെ ഇത് പിറ്റേന്നാണ് എടുത്തത്. 2.5 മണിക്കൂറേ വേണ്ടു ശരിക്കും പറഞ്ഞാൽ ഐസാകാൻ. ഇതുപോലെ നമുക്ക് പപ്പായ വെച്ചിട്ടും സപ്പോട്ട വെച്ചിട്ടും എല്ലാ ഫ്രൂട്ട്സും കൊണ്ടും ചെയ്യാം കേട്ടോ. അങ്ങനെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞ് 2.5 മണിക്കൂർ കൊണ്ട് നമുക്കത് ഐസാക്കി എടുക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റിയായ അത് പുറത്തെടുത്തതിന് ശേഷം കുറച്ചൊന്ന് വെള്ളത്തിലൊന്ന് മുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതൊന്ന് ഇളകി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. ഒന്ന് കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ട് അതിലൊക്കെ ഒന്ന് മുക്കിയെടുത്താൽ നല്ല അടിപൊളി ഐസ് റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ ചാനൽ കയറി കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ ഐസ് റെഡി ആയിട്ടുണ്ട്, മുന്തിരി ഐസ്.